ക്ഷമിക്കണം, പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കാട്ടാനയുടെ 2 കാട്ടാനകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒന്ന് എറണാകുളത്ത് കോതമംഗലത്ത് ഒരു കാട്ടാന കിണറ്റിൽ വീണു. ഇപ്പോൾ പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കാട്ടാനയുടെ ആരോഗ്യനില ഗുരുതരമാണ്. 5 പേരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം ആനയെ ചികിത്സിക്കുന്നുണ്ട്. അതേസമയം ആനയ്ക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്ന് ആരോപിച്ച് ആനപ്രേമി സംഘം വനം മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതിയും നൽകിയിട്ടുണ്ട്. പ്രതികരണം നമുക്ക് കേട്ടുവരാം. പാലക്കാട് മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്ന നിലയിൽ ട്രെയിനിടിച്ച് അപകടത്തിൽപ്പെട്ട വലതുകാലിന് സാരമായ പരിക്കും ഇടതുകാലിന് പരിക്കും ഇടുപ്പലിന് പരിക്കേറ്റ ആനയെ ബുധനാഴ്ചയാണ് പുലർച്ചെ നാട്ടുകാരറിഞ്ഞ വനം വകുപ്പ് അറിഞ്ഞ്. അന്ന് തന്നെ ആനയെ പിടികൂടി ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആന ഇത്രയും ഗുരുതര അവസ്ഥയിൽ എത്തിച്ചേരുമായിരുന്നില്ല. വനം വകുപ്പ് ഭാഗത്തു നിന്ന് വീഴ്ചയായിട്ടാണ് ഇത് തോന്നുന്നത്. എന്തായാലും ആനയ്ക്ക് തീവ്ര ചികിത്സ നൽകി ആനയുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം പ്രസിഡന്റ് എന്ന രീതിയിൽ പറയാനുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വനം വകുപ്പിനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകിയിട്ടുണ്ട്. ഇക്ബാൽ അടക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, എന്താണ് സംഭവം? എന്താണ് ഈ ആനപ്രേമി സംഘത്തിന്റെ ആവശ്യം? നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കഴിഞ്ഞ ദിവസം ഈ മലമ്പുഴ കൊട്ടേക്കാട് പരിസരത്ത് വെച്ച് ട്രെയിനിടിച്ച് അപകടത്തിൽപ്പെട്ട ഈ ഒരു കാട്ടാന എന്ന് പറയുന്നത് 25 വയസ്സ് പ്രായമുള്ള പിടിയാനയാണ്. ഈ ആനയുടെ പിറകിലെ ഈ കാലുകൾക്കാണ് അന്ന് പരിക്കേറ്റത്. പക്ഷേ പിന്നീട് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ, വിദഗ്ധമായി നടത്തിയ പരിശോധനയിൽ ആനയ്ക്ക് നേരിട്ട് ട്രെയിൻ വന്ന് ഇടിച്ചല്ല പരിക്കേറ്റത്. ഈ ട്രെയിന് കണ്ട് ഒരു പക്ഷേ ഭയന്ന് ഓടുമ്പോൾ വീണ് പരിക്ക് പറ്റിയായിരിക്കാം ഈ കാലിന് പരിക്ക് പറ്റിയെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വിദഗ്ധമായ ചികിത്സയാണ് വനവകുപ്പ് നൽകുന്നത്. വെറ്റിനറി സർജനായിട്ടുള്ള ഡോക്ടർ ഡേവിഡ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആനയ്ക്ക് വിദഗ്ധമായ ചികിത്സ നൽകിയിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആനയ്ക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളം കൊടുക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ആനയ്ക്ക് കൃത്യമായിട്ടുള്ള ഈ മരുന്ന് നൽകിയിരുന്നു. അതായത് ഈ ഉള്ളിൽ എന്തെങ്കിലും ക്ഷതങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ള മരുന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ നൽകിയിരുന്നത്. ഇന്നലെ രാത്രി വരെ ആന നിന്നിരുന്നു. പിന്നീടാണ് ആനയ്ക്ക് ഈ കാലിൻ്റെ ഈ പരിക്ക് കാരണമായിരിക്കണം ആന ഇപ്പോൾ പൂർണ്ണമായും കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആനക്കൂട്ടം വന്ന് ഈ ആനയുടെ അരികിലെത്തിയിരുന്നു. പക്ഷേ ഇതിനൊപ്പം പോകാൻ ആനയ്ക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു പരിക്ക് പറ്റിയത് കൊണ്ടാണ് ഇപ്പോൾ വാളയാർ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. സാർ, ഇപ്പോൾ എന്താ ശരിക്കും ആനയുടെ അവസ്ഥ? ആനയുടെ അവസ്ഥ ഇപ്പോൾ ഞാനിപ്പോൾ പറയാം, ബ്രീഫ് തരാം. നിലവിൽ ഇപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം ഇപ്പോൾ ബ്രീഫ് ആനയ്ക്ക് എണീക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. നിലവിൽ എണീക്കാൻ പറ്റാത്ത സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ പറയും. അതായത് വാളയാർ റേഞ്ച് ഓഫീസർ പറയുന്ന വിവരം എന്ന് പറയുന്നത് ആനയ്ക്ക് എണീക്കാൻ ഇപ്പോൾ നിലവിൽ സാധിക്കുന്നില്ല. ഈ കാലിനായിട്ടുള്ള പരിക്ക് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. എണീച്ചാൽ മാത്രമാണ് മറ്റൊരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ആനയ്ക്കൊരു ചികിത്സ നൽകാൻ സാധിക്കുള്ളൂ. ആനപ്രേമി സംഘം പറയുന്നത് എത്രയും പെട്ടെന്ന് അന്ന് പരിക്ക് പറ്റിയപ്പോൾ തന്നെ ആനയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വനവകുപ്പ് തയ്യാറാകണമെന്നായിരുന്നു. പക്ഷേ നിലവിൽ ആനയുടെ ഈ കാലിന് ഈ പരിക്ക് സാരമുള്ളത് കൊണ്ട് അത്തരത്തിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ആനയ്ക്ക് ഒരു ചികിത്സ നൽകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഓക്കെ ഇക്ബാൽ, നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ